ഹായ്. ഇന്ന് പുതിയൊരു കാര്യമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒന്നുമല്ല, ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോം റെമഡീസ് എന്തെങ്കിലുമൊക്കെ വാരി തേച്ചാൽ മാത്രം കുറയത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗഡ് ഹെൽത്ത് എല്ലാം ക്ലിയർ ആയിരിക്കണം. ഇതെല്ലാം കൊണ്ടിട്ടായിരിക്കുമല്ലോ നമുക്ക് പിമ്പിൾസ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇടയ്ക്ക് എൻ്റെ ഫേസ് ഇച്ചിരി കുറവായിരുന്നു പിമ്പിൾസ്. ഇപ്പം വീണ്ടും ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാരണമെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ മേടിച്ച ഒരു കേക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടായിരിക്കാം വീഡിയോയിൽ. അപ്പം അതിലൊരു കാര്യം കൂടെയുണ്ട്, ഞാൻ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ഡ്രീം കേക്ക് എന്നറിയാൻ വേണ്ടി നോക്കി. പുറത്തൊക്കെ നല്ല വില കൂടുതലാണ് ഡ്രീം കേക്ക്. ഇപ്പോഴും കുറച്ച് നാളായി ഡ്രീം കേക്ക് ഇറങ്ങിയിട്ട്, എന്നിട്ടും വിലയ്ക്ക് ഒരു കുറവില്ല. അതിന് അംബ്രൂസിയാണെന്ന് തോന്നുന്നു. അംബ്രൂസി തന്നെയാണ്. നമ്മൾ 2-3 സ്ഥലങ്ങളിൽ നോക്കി. അവിടെ ചെന്നപ്പം നമ്മൾ കാണുന്ന ഇച്ചിരി വലിയ സൈസിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടി ചെറിയ, നമുക്കിപ്പോൾ വീട്ടിൽ ചെറിയൊരു സിമ്പിളായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണെങ്കിൽ ഇപ്പം അതിന് പറ്റിയ ഒരു ചെറിയതായിട്ടുള്ള കേക്കൊക്കെ അവിടെയുണ്ട് കേട്ടോ. അപ്പം വേണമെന്ന് അങ്ങനെ ഇപ്പം വലുതായിട്ടൊന്നും കേക്ക് വാങ്ങണ്ട, ചുരുങ്ങിയ പൈസയ്ക്കൊക്കെ മേടിച്ചാൽ മതി എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് 2 പേർക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കൊക്കെ അവിടെ ഉണ്ട്. പുറത്തൊരു 400-500 രൂപയ്ക്കൊക്കെ വിചാരിച്ച സാധനം എനിക്ക് അവിടെ വലിയ വിലക്കുറവാണ് എനിക്ക് തോന്നി. ഒരു 150 രൂപ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കേക്ക് കിട്ടും. പല ഫ്ലേവറിലുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ പേരെഴുതിയപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ ഇതേപോലെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് അപ്പം ഞാനും ഇതേപോലെ കഴിച്ചായിരുന്നു. കഴിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കഴിച്ചവരെല്ലാവരും ഇങ്ങനെയൊക്കെ തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങി. അപ്പം എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത സാധനങ്ങളെല്ലാം വീണ്ടും വന്നു. അപ്പം നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പം മെയിനായിട്ട് വരുന്ന എല്ലാവരും യൂട്യൂബിലും ഡോക്ടേഴ്സ്മാരും പറഞ്ഞ പോലെ തന്നെയാണ് ഷുഗർ തന്നെയാണ് മെയിൻ്റെ വില്ലൻ എന്ന് പറയുന്നത്. നമ്മൾ ഷുഗർ എത്ര കുറയ്ക്കുന്നോ അത്രത്തോളം പിമ്പിൾസ് കുറയും. പക്ഷേ അതല്ലാതെ തന്നെ ഇപ്പോൾ തൈറോയ്ഡ്, PCOD അങ്ങനെയൊക്കെ സംഗതികളുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചിങ്ങ് പോരുകയും ചെയ്യും. ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അത്ര മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും നമ്മൾ കഴിവതും ഈ സ്വീറ്റ്സ് ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പം ഷുഗർ കട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം പുറത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ കണ്ടാൽ അവരിപ്പോൾ ആദ്യം ചോദിക്കും, അയ്യോ എന്ത് പറ്റി മുഖത്ത് ഇത്രയും കുരുകളൊന്ന്. അപ്പം തന്നെ എല്ലാം അങ്ങ് ഔട്ടാവും. എന്താ ഇത്, ഡിപ്രഷൻ ആ രീതിയിലെത്തും. ഇന്ന് തന്നെ പോയിട്ട് മധുരം കഴിക്കരുത്, മുഖത്ത് എത്രയും പെട്ടെന്ന് കുരുക്കളൊക്കെ പോകണം, നന്നായിട്ട് ഭംഗിയാവണം. ഇതാണ് ഒരു എന്തു പറയാനായിട്ട്, കുടിക്കുന്നവർ നാളെ തൊട്ട് കുടിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ, നാളെ തൊട്ട് സ്വീറ്റ്സ് എടുക്കത്തില്ല, ഷുഗർ കട്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെ വിചാരിക്കും എന്നേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ചായ ഇട്ട് അമ്മ കൊണ്ട് തരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ചായ കുടിച്ച് കഴിയുമ്പോൾ അയ്യോ ഇന്ന് ഷുഗർ കട്ട് ചെയ്യണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നടക്കത്തില്ല. പക്ഷെ നമുക്ക് സ്വയമായിട്ട് ഒന്ന് തോന്നിയാൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പം കൂടുതലായിട്ടൊരു പിമ്പിൾസ് വന്നു കഴിഞ്ഞതിന് ഞാൻ സ്ഥിരം എനിക്കറിയാം, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹോമിയോപ്പതിയുടെ ക്രീമും നമ്മുടെ ഇതുണ്ടല്ലോ ഓട്സാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓട്സിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതുകൂടെ അത് യൂസ് ചെയ്യാം. ഈ പിമ്പിൾസിൻ്റെ കറുത്ത പാടൊക്കെ കുറയ്ക്കാനായിട്ട് കുറച്ചുകൂടി നന്നാവും. അപ്പം പിമ്പിൾസിൻ്റെ ഇതിൽ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവരത് യൂസ് ചെയ്യാതിരിക്കുക, ഓട്സ് മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ഗ്രീൻ ടീ ബെസ്റ്റ് സാധനമാണ് ഞാൻ കൊടുത്ത് എനിക്കൊരു റിസൾട്ട് തോന്നിയൊരു ഐറ്റംസാണ് ഞാൻ പറയുന്നത്. ഗ്രീൻ ടീ എപ്പോഴെങ്കിലും ഇപ്പം പെട്ടെന്ന് നമുക്കിത് കുറയും, അല്ലെങ്കിൽ നമുക്ക് വണ്ണം കുറയാനൊക്കെ ഉള്ളവർ ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ആൻറ്റി ഓക്സിഡൻറ്റും കൂടി ആയതുകൊണ്ടിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. പെട്ടെന്ന് ഒരു ടിന്നിൽ നിന്ന് എടുത്ത് വാരി ഇട്ട് കളയല്ല, ഒരു ദിവസം കൊണ്ടൊന്നും പോകത്തില്ല. ഒരു 2-3 ഇല ഇട്ടാൽ മതി, അപ്പം തന്നെ അത് നല്ലതായിട്ട് കടുപ്പം വരും. ഒരു ലൈറ്റായിട്ട് നമ്മൾ കുടിച്ചാൽ മതി. ഡെയിലി രാവിലെ പറ്റുമെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുക. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നതിൽ എന്തെങ്കിലും വയറൽ ഇഷ്യൂസ് ഇതെല്ലാം ഫസ്റ്റൊക്കെ ഒന്ന് വയറൊക്കെ വേദനിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഗ്രീൻ ടീ അധികം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും. അങ്ങനെ ആയാലും ഇനിയിപ്പം മോക്കൂരൊക്കെ വരികയാണെങ്കിൽ 2-3 ദിവസമൊക്കെ ചേർത്തൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കുന്നതും. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ഫുഡുണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ ലിസ്റ്റ് അടിച്ച് നോക്കുന്നതിനെക്കാട്ടി ഞാൻ നോക്കി കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി എനിക്ക് ബെറ്ററായ സാധനങ്ങളാണ് ഞാനീ പറയുന്നത്. ഓവർ പിമ്പിൾസ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാരങ്ങയ്ക്കും അതിൻ്റെ ഒരു കൺട്രോളിങ് ഇത് കൂടുതലാണ്. ഇത് വെള്ളം, അപ്പം ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ പഞ്ചസാരയിട്ട് കഴിക്കാൻ നോക്കല്. ലൈറ്റായിട്ട് ഉപ്പ്, കുറച്ച് പുളിയൊക്കെ വരും. അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റിയൊരു വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതളം എന്ന് പറയുന്ന ഫ്രൂട്ട് അറിയാമല്ലോ, നമ്മുടെ പോമഗ്രാനൈറ്റ്. അത്
ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മാതളം കേട്ടോ. അപ്പം മാതളം കൂടി ഇത് മൂന്നുമാണ് നമുക്ക് പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർ കൊടുക്കാനായിട്ട് മാക്സിമം നോക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ ഉലുവ വെള്ളം വേണമെങ്കിൽ കൊടുക്കാൻ, ചിലപ്പോൾ ഷുഗർ ഭയങ്കര ഡൗണായി അങ്ങ് പോകും. ഇതിലേതെങ്കിലുമൊക്കെ കൊടുത്താൽ തന്നെ നല്ല കാര്യമാണ്. പിന്നെ ഓറഞ്ചും ബെസ്റ്റാണ്. ഓറഞ്ചിലെ ആ ഒരു നമുക്കറിയാലോ ഓറഞ്ചിൻ്റെ ആ ഒരു കളർ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിന്നിന് നല്ല കൊളാജൻ പോലുള്ള സംഗതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ്. പിന്നെ മുട്ടയുടെ മഞ്ഞക്കുരു അറിയാം, എല്ലാവരും പറയും പിമ്പിൾ കൂട്ടുമെന്ന്. അല്ല, നമ്മൾ ആഴ്ചയിൽ ഒരു മുട്ട കൊടുക്കുന്നത് ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ വേറെ ഒരു പ്രശ്നമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വരത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വലിച്ചു തിന്നിട്ടുള്ള എല്ലാ ആക്രി സാധനങ്ങൾക്കും ഒരു മരുന്ന് പോലെയാണ് ഇത് പോകുന്നത് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ. ഇതിൻ്റെ കൂടെ നമുക്ക് മോരും വെള്ളം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഏറ്റവും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ. ഇപ്പം H. പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ, നല്ല ബാക്ടീരിയകൾ ഇതൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ H. പൈലോറി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. ഞാൻ പണ്ടറിയുന്ന ഹൈഡ്ര, അമീബ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുളത്തിലും വെള്ളത്തിലൊക്കെ ഉള്ള കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മുടെ വയറ്റിനകത്തും ഉണ്ട്. പിന്നെ വലിയ ഇരയുണ്ട്, വയറിളക്കുമ്പോഴത്തേക്കും അതാണ് പുറത്ത് പോകുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കുടലിനെ കുറച്ച് ശുദ്ധീകരിക്കുന്ന, അത് നന്നായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയാസ് എന്ന് പറയുന്നതൊക്കെ എപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാനൊന്നും എൻ്റെ പണ്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മോരും വെള്ളം ഏറ്റവും നല്ല സാധനം. അപ്പോൾ സൈനസ് ഒക്കെ ഉള്ളവർ, രാത്രിയാകുമ്പം തൊണ്ടവേദന ഉള്ളവരൊക്കെ ഡെയിലി എടുത്ത് കുടിച്ച് കളയൽ, ഒരു ദിവസം കുടിച്ചാൽ ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ ഇട്ട് മാത്രം കുടിക്കുക. അപ്പോൾ മോര് വെള്ളം ബെസ്റ്റാണ്. പിന്നെ പഴങ്കഞ്ഞി വെള്ളം, തലയ്ക്ക് ദിവസം വീട്ടിൽ ചോറ് വയ്ക്കുന്നവരായിരിക്കുമല്ലോ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ആൾക്കാർ. അതിൽ നമ്മുടെ പഴഞ്ചോറിലെ വെള്ളം, അപ്പോൾ ആ വെള്ളം രാവിലെ എണീച്ച് കുടിക്കുന്നത്, ഇതൊക്കെ രാവിലെ കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത്രയും കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പിമ്പിൾസിൻ്റെ സംഗതിക്ക് നമ്മുടെ ഉള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, അപ്പം നമ്മുടെ വെളിയിൽ കാണുന്ന ക്രീംസ് അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ഹോം റെമഡീസ് കൂടി ചെയ്ത് എല്ലാം തേച്ചാലും ഒന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിൽ ഇത് കൂടി കൊടുക്കണം. പിന്നെ തക്കാളി ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ തക്കാളി ഇതും കൂടി കൊടുക്കുക. അപ്പം ഇത്രയും സംഗതികളാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വരുന്നത്. പിന്നെ ഞാനിപ്പം കൈക്കും കാലിനൊക്കെ ഇച്ചിരി സ്കിൻ ടോണിനൊക്കെ ഇച്ചിരി നിറം വരേണ്ട ഒരു പുതിയ സാധനം ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. തേക്കിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കാച്ചി പുറത്ത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് തീപ്പൊള്ളൽ പോലെ സംഗതിക്കൊക്കെയാണ് പണ്ട് കേട്ടുള്ളൂ. ഇപ്പോൾ കറുത്ത പാടൊക്കെ പോയി വെളുക്കും എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് 2-3 ചേച്ചിമാരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ ഒന്ന് ബാക്കി വന്ന കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല, 2 ഇലയിട്ട് കച്ചി വെച്ചിട്ടുണ്ട്. ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൈക്കും കാലും ഫേസിലൊന്നിട്ട് തേച്ചിട്ട് ഓയിലി സ്കിൻ ആയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിലൊക്കെ തേക്കുമ്പോൾ പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഐറ്റംസ് ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അവർക്ക് പറ്റിയതാണ് ഈ ചൂർണം, ലേപം എന്നൊക്കെ പറയുന്നത്. വെച്ചാൽ ക്രീം ഐറ്റംസ് അല്ലാത്ത ഈ ചൂർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ കുഴച്ചിടാൻ പറ്റുന്ന കുഴമ്പ് പരിവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഓയിലി സ്കിൻകാർക്ക് ചേരത്തുള്ളൂ. അല്ലാതെ ഉള്ള ഈ ഓയിൽ ഐറ്റംസ് ഒന്നും ചേരത്തില്ല. ഇത് അങ്ങനെ തേച്ച് പിമ്പിൾസ് വരുന്നതായിരിക്കും നോക്കുക. അപ്പം ഞാൻ ഈ ഒരു സംഗതി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ചെയ്ത് തുടങ്ങി, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ ചുമ്മാ പോയി തേക്കിൻ്റെ ഇലയൊക്കെ പറിച്ച് ചൊറിയൊക്കെ മേടിക്കാനായിട്ട് നിൽക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ഞാൻ ഈ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വയറിനകത്ത് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് പെട്ടെന്നൊന്ന് പറഞ്ഞത്. ഇതല്ലാതെ എൻ്റെ മൈൻഡിൽ ഞാൻ ചെയ്ത് നോക്കി വേറെ കുറവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ധാന്യപ്പൊടികൾ എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്, പപ്പങ്ങയുടെ കുരു എന്നൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഇതൊക്കെ കുറച്ച് നല്ല സാധനങ്ങൾ തന്നെയാണ്. ഇതിപ്പം പൊടിയായിട്ടും കിട്ടും, അല്ലാതെ നമുക്ക് സീഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു സീഡായിട്ട് എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ഓട്സൊക്കെ മേടിക്കാൻ പോകുന്ന ഇതുണ്ടല്ലോ, മാർജിൻ ഫ്രീ അകത്തൊക്കെ ഓട്സൊക്കെ കാണുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സീഡിൻ്റെ എല്ലാത്തിനും ചേർന്ന് വരുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് നിങ്ങൾ മേടിച്ചാൽ കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഉണക്കമുന്തിരി കാണും, പിന്നെ ഈ മത്തങ്ങയുടേത് ഉണ്ട്, പിന്നെ കുറച്ച് ഓട്സൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫ്ലാക്സ് സീഡ് കിടപ്പുണ്ട്. ഇതല്ലാതെ പിന്നെ ഞാൻ കണ്ടുള്ള ബദാമും ഉണ്ട്. അധികം ബദാം കഴിക്കേണ്ട, ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അത് ബദാം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നിറയെ വെള്ളം കുടിച്ച് വയറ് പൊട്ടി ഇന്നുകൊണ്ട് മൂക്കുരു പോകും എന്ന് വിചാരിക്കില്ല. നമ്മളെ വയറിന് എത്രത്തോളം കുടിക്കാൻ പറ്റുമോ ആ ഒരു കപ്പാസിറ്റിക്ക് നമ്മൾ വെള്ളം 1 ലിറ്റർ കുടിക്കുക, 2 ലിറ്റർ കുടിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് എനിക്കറിയാമല്ലോ ഇത്ര ഗ്ലാസ് വെള്ളം എനിക്ക് എന്ത് ദിവസം കുടിക്കാൻ പറ്റും. അങ്ങനെ അത് കുടിക്കുക. അതല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലോട്ട് പൊക്കോളും. അപ്പം കഴിവതും മൂക്കുരുള്ളവർ ഇത് ഇത്രയും കൂടി ചെയ്യാൻ നോക്കുക. ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ
മുഖക്കുരുവിന് ഒരു ചെറിയതായിട്ടൊരു ശമനം വരാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ ഷുഗർ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഷുഗർ എന്ന് പറയുന്ന സംഗതി തന്നെയാണല്ലോ മെയിൻ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത്. പിന്നെ PCODക്ക് മറ്റതൊക്കെ ഉണ്ട്. ഞാനേ കൂടെ മെഡിസിൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിനൊരു കുറവും കൂടി വരും കേട്ടോ. അപ്പം ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതുപോലെ അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്